യാതൊരു മടിയും അവർക്കില്ല. അപ്പൊ പിന്നെ ആരും അവിടെ പോയിട്ട് ഇന്ത്യ രാജ്യത്തിന്റെ സാഹചര്യം നമ്മളിപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഒന്നും പറയേണ്ട സമയമല്ല എന്നൊക്കെ പറയുന്ന ഒരൊറ്റ മനുഷ്യരെയും ഈ മുജാഹിദ് കഷ്ടമായി പിരിഞ്ഞിട്ട് എല്ലാവരും പരസ്പരം മത്സരിച്ച് സുന്നത്ത് ജമാഅത്തിലുള്ള മുഅ്മിനീങ്ങളെ മുശ്രിക്കും കാഫിറുമാക്കി പ്രഖ്യാപിക്കുമ്പോഴും നമ്മുടെ ആലിമീങ്ങളെയും ഔലിയാക്കളെയും ഇമാമിങ്ങളെയും കടിച്ചു കീറുകയും ചെയ്യുമ്പോൾ ഒരാളും ഇല്ല ഐക്യം വേണമെന്ന് പറയുന്ന ഒരാളും ഇല്ല. നേരെ മറിച്ച് സുന്നത്ത് ജമാഅത്തിൽ ഇപ്പൊ ഈ സമയത്ത് അത് വേണോ എന്ന് ചോദിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരോട് പോയി പണി നോക്കാൻ പറയണം. നമ്മൾ പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം ഞാൻ ഇന്ന് രാവിലെയും മുത്തഅല്ലിമീങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ്. നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പഠിപ്പിക്കുന്നത് ഈമാനോടെ മരിക്കാനാണ്. സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധ ചേരിയിലുള്ള കക്ഷികൾ കൊണ്ടുപോകുന്നത് ഈമാൻ നശിപ്പിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശരീരം ജീർണിച്ച് നശിച്ചുപോയി എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിക്കാൻ എന്ത് കാര്യമുള്ളത്? സക്കാത്ത് പിരിച്ചാവുന്നില്ലെങ്കിൽ അവന്റെ ഫണ്ടിലേക്ക് പൈസ എടുത്തു വിചാരിക്കുക. നബി സല്ലല്ലാഹു നിങ്ങളുടെ ശരീരം ജീർണിച്ച് നശിച്ചു എന്നുള്ള എന്ത് കാര്യം അവനുള്ളത്? ഇതുപോലെ തന്നെ നബി സല്ലല്ലാഹു നിങ്ങളൊക്കെ അമ്പിയാക്കൾ സാധാരണ മനുഷ്യരാണെന്ന് ജനങ്ങളെ പഠിപ്പിച്ചിട്ട് എന്ത് കാര്യം കിട്ടാനുള്ളത്? 1973 നവംബറിലെ പ്രബോധനത്തിൽ തലാഖ് ചൊല്ലിയ 3 തലാഖില്ല 3 പോകും എന്ന് പറയുന്നു. 83 മെയ്യിൽ 1 പോകുള്ളൂ എന്ന് പറയുന്നു. ഈ 10 കൊല്ലത്തിനിടയ്ക്ക് 7 ജിബിരിയില്ല ജമാഅത്ത് ഇസ്ലാമിന്റെ ഓഫീസിൽ വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ദീൻ നശിപ്പിച്ച് ഈമാൻ കളയുക എന്നതാണ് പുത്തൻവാദികളുടെ അജണ്ട. നേരെ മറിച്ച് ചിലപ്പോൾ ചിലരൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് പേടിപ്പിക്കുന്ന ചില ഏതെങ്കിലും ശക്തികൾ, അതിന് പറയുന്ന ചില ഭാഷകളുണ്ട്. ഞാൻ ആ ഭാഷ സാധാരണ അങ്ങനെ പറയാത്തതുകൊണ്ട് പറയുന്നില്ല, എന്ത് പേര് പറഞ്ഞാലും ശരി. ആ ശക്തികൾ ഇവിടെ എന്ത് പ്രവർത്തിച്ചാലും അവർ ഒരു പക്ഷേ വധിക്കാൻ തന്നെ വന്നാലും മുസ്ലിമിനെ വധിക്കുകയല്ലാതെ ഇസ്ലാമിനെ വധിക്കാൻ അവർക്ക് കഴിയില്ല. മുസ്ലിമിനെ വധിച്ചേക്കും, അങ്ങനെയാണല്ലോ. എത്ര മുസ്ലിമീങ്ങളെ വധിച്ചു ജൂതന്മാര്, ഇസ്ലാമിനെ വധിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെയുള്ള ആളുകൾക്ക് ഒരു പടമിരിക്കാൻ കഴിയും, അവർ പടമിരിക്കുകയാണ്, അവർ നിസ്കരിക്കുകയാണ്. കാരണം ഇസ്ലാമിനെ വധിക്കാൻ കഴിഞ്ഞില്ല. മുസ്ലിമിനെ വധിക്കാൻ ചിലപ്പോൾ കഴിയും. പക്ഷെ ഈ പുത്തൻവാദികൾ ഇസ്ലാമിനെയാണ് വധിക്കുന്നത്. ഓരോ മുസ്ലിമിന്റെയും ഹൃദയത്തിലുള്ള ഈമാനാണ് ഇല്ലാതെയാക്കുന്നത്, ഇസ്ലാമാണ് തകർക്കുന്നത്. അപ്പൊ ഇസ്ലാമിനെ തകർക്കുന്നവരും മുസ്ലിമിനെ വധിക്കുന്നവരുമായി ഇസ്ലാമിന് ഏറ്റവും വലിയ ഭീഷണി ആരാണ്? നിശ്ചയിക്കപ്പെടാത്ത സമയത്ത് ആരും ഇവിടെ മരിക്കൊന്നുമില്ല, നിശ്ചയിച്ച സമയത്ത് മാത്രമേ മരിക്കുള്ളൂ. മരിക്കുമ്പോൾ ഷഹീദായി മരിക്കുന്നവരാണ് അക്രമത്തിൽ കൊല്ലപ്പെടുന്നവർ. അതുകൊണ്ട് അവർക്ക് പാരത്രിക ലോകത്തിന് നഷ്ടവും വരാനില്ല. നേരെ മറിച്ച് ഈ പുത്തൻവാദികളെ കൊണ്ട് നഷ്ടപ്പെടുന്നത് കാലകാലമുള്ള സ്വർഗം നഷ്ടപ്പെട്ട് അവരെ നരകത്തിലേക്ക് കൊണ്ടുപോകാനാണ് പുത്തൻവാദികൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാനേജ്മെന്റുകൾ, അതുപോലെ നമ്മുടെ സംഘടനകൾ സുന്നത്ത് ജമാഅത്തിന്റെ ആശയ പ്രചരണ രംഗത്ത് സടകുടഞ്ഞെഴുന്നേറ്റ് സുന്നത്ത് ജമാഅത്തിലൂടെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കണം. പ്രത്യേകിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ ജനങ്ങൾക്കിടയിൽ അംഗീകാരമുള്ളവരാക്കി തീർക്കാനുള്ള ചില ശ്രമങ്ങൾ ചില കോണുകളിൽ നിന്ന് നടക്കുന്നുണ്ട്. അത് നോക്കി നിൽക്കുകയല്ല, കൃത്യമായി നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ജനങ്ങളെ പഠിപ്പിക്കണം. അതിനുവേണ്ടി എല്ലാവരും ജാഗരൂകരാകണം എന്നുകൂടി ഉണർത്തി നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാ പ്രവർത്തനത്തിൽ എല്ലാവരും സജീവമാകണമെന്നും